ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ആമിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിക്ക് ഒരുപാട് പേര് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഒത്തിരി നല്ല കമന്റ്സ് ആണ് കേട്ടോ വിഷസ് ആയിട്ട് അറിയിച്ചത്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കുറേ പേര് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടിട്ടില്ല. 1-2 പേരൊക്കെ നമ്മുടെ പഴയ വ്ളോഗിലൊക്കെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിക്ക് വിഷസ് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ തിരക്കിനിടയിലും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് വിഷസ് അറിയിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് പിന്നെ വേറെ വീഡിയോയിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത് ട്രാവൽ വ്ളോഗ് ആയിരുന്നല്ലോ, അത് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. അപ്പം അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആമിയുടെ ബർത്ത്ഡേ അല്ല കേട്ടോ, ഇന്ന് മെയ് 8 ആണ്, 8-ാം തീയതിയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്മയൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം അവരവിടെ നിന്ന് ട്രെയിൻ കയറി, ഈവനിങ് ആണ് ട്രെയിൻ കയറിയത്. അപ്പോൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത്. അപ്പം അതുപോലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് നോക്കി നിന്നിട്ട് പിന്നെ ഫിഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. തലേ ദിവസം തന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിരുന്നേ. അപ്പം ഞാനിങ്ങനെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇഡ്ഡലിയാണ് സാധാരണ അവർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചധികം തന്നെ മാവ് അരച്ച് ഫ്രിഡ്ജിൽ തലേ ദിവസം തന്നെ ഞാൻ എടുത്ത് പുളിപ്പിച്ചതിന് ശേഷം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഒന്ന് നേരത്തെ തന്നെ എഴുന്നേറ്റ് പുറത്തെടുത്ത് വെച്ചേക്കണം, എന്നാലാണ് അത് ഉണ്ടാക്കുന്ന സമയത്ത് തണുപ്പൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഇഡ്ഡലി നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇപ്പോൾ കുറച്ച് നല്ല ചൂടുള്ള സമയം കൂടിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടുന്നുണ്ട് മാവൊക്കെ. അങ്ങനെ നമ്മുടെ ഫിഷിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ലൈറ്റ് എപ്പോഴും ഒന്നും ഇടത്തില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് ചെയ്തിടാറുണ്ട്, ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺ ചെയ്തിടാറുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് ഇതിൽ ഇട്ടേക്കുന്നത് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ട് കോലമൊക്കെ ഒന്ന് വരച്ചിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് രാവിലെ കുളിച്ചിട്ട് വിളക്ക് വെക്കേണ്ട ദിവസമാണെന്ന്. എന്നും രാവിലെ ഇപ്പോൾ വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ വിളക്ക് വെക്കും. അതുപോലെ തന്നെ ഹസ്ബൻഡും ഞാനും ക്ഷേത്രത്തിലും പോകാറുണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2 ആഴ്ച ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല കേട്ടോ, അസൗകര്യമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഹസ്ബൻഡിനെയാണ് ഞാൻ കോവിലിൽ പറഞ്ഞു വിട്ടത്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഹസ്ബൻഡിനെ പറഞ്ഞു വിടും. പിന്നെ എനിക്ക് വിളക്ക് വെക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഹസ്ബൻഡിനെ കൊണ്ട് തന്നെയാണ് വീട്ടിൽ വിളക്കും വെപ്പിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ വൈശാഖ മാസത്തിൽ തുടക്കത്തിൽ എടുത്തിട്ടുള്ള വ്രതമാണ്. ഞാൻ പറഞ്ഞില്ല, നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. ശുദ്ധിയോടും വൃത്തിയോടും കൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യം കൃത്യനിഷ്ഠതയോടുകൂടി മുടങ്ങാതെ തന്നെ അത് തീർക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഇത് ചെയ്യുന്നത് പോലും. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ചെയ്ത് തീർക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പറ്റാതായപ്പോൾ ഹസ്ബൻഡാണ് പോയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് പനിയൊക്കെ വന്ന സമയത്തും ഹസ്ബൻഡ് തന്നെയാണ് വീട്ടിൽ വിളക്കൊക്കെ വെച്ചത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യം ഒരിക്കലും മുടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ ചെയ്യാറില്ലായിരുന്നു പണ്ടൊന്നും. പക്ഷേ ഇപ്പം എന്തായാലും ചെയ്തു തുടങ്ങിയപ്പോൾ അത് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇടയിൽ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനാണ് കേട്ടോ ഞാനും നോക്കുന്നത്. അപ്പോൾ എന്തായാലും വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. ഞാനിതിൽ തന്നെ കുളിച്ചിട്ടുണ്ട് കേട്ടോ, തല കുളിക്കുന്നില്ല, ദേഹം മാത്രമാണ് കഴുകിയത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് കിച്ചണിലേക്ക് വന്നിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ തലേദിവസം കഴുകി വെച്ചേക്കുന്ന പാത്രങ്ങൾ ആദ്യം പെറുകി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പം അമ്മയൊക്കെ 10 മണിയാകുമ്പോഴെത്തും. അപ്പം അതിനിടയിൽ തന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അവർ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി വെക്കണം. കാരണം അമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ കയറി ജോലി ചെയ്യാതിരിക്കണം എനിക്കും. കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്.
മാത്രമല്ല അമ്മയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ ജോലി ഉണ്ടെങ്കിൽ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. എല്ലാം അമ്മ ചെയ്യാനായിട്ട് നോക്കും. അപ്പം അമ്മയ്ക്കും റെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരത്തെ എല്ലാം ചെയ്ത് വെച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് നേരത്തെ എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ എന്നെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയും ഇതുപോലെ ഒന്നും ചെയ്യണ്ട, അമ്മ വന്നിട്ട് എല്ലാം ചെയ്തു തരാമെന്ന്. പക്ഷേ ഞാൻ സമ്മതിക്കില്ല. അത് ശരിയല്ലല്ലോ. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ മടിച്ചായിട്ടൊക്കെ ഇരിക്കാറുണ്ടെങ്കിലും പക്ഷേ ഇങ്ങോട്ടേക്ക് അവർ വരുന്ന സമയത്ത് നമ്മളങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. അതിപ്പോൾ ഞാൻ താഴെ ആയിരുന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എല്ലാം റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡ്ഡലിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ ആമയുടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദേഴ്സ് ഡേയുടെ ആ ദിവസം എടുത്തിട്ടുള്ള 1-2 ക്ലിപ്സും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ എനിക്ക് വന്നിട്ടൊരു കമന്റ് ആണ്, എന്തുകൊണ്ടാണ് എപ്പോഴും അച്ഛനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത്, അമ്മയെ കുറിച്ച് എന്താ പറയാത്തത്, അമ്മയില്ലേ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കമന്റിൽ ഒരാള്. എനിക്കത് ആദ്യം കേട്ടപ്പോൾ എന്തോ ഒരു വിഷമം തോന്നിയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ ശരിയാണ്, അങ്ങനെ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ അച്ഛനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ശരിക്കും അത് മനഃപൂർവ്വം ഒന്നും പറയുന്നതൊന്നും അല്ല. കാരണം നമ്മൾ ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പണ്ട് എനിക്ക് അച്ഛൻ ഉപദേശിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഇങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരിക്കലും അമ്മയോട് സ്നേഹം ഇല്ലെന്നോ അല്ലെങ്കിൽ അമ്മയെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലെന്നോ അങ്ങനെ ഒരു അർത്ഥത്തിലൊന്നും അല്ല. അമ്മയോട് തന്നെയാണ് അച്ഛനേക്കാൾ ഏറെ സ്നേഹം. അതിപ്പോൾ അങ്ങനെയാണല്ലോ. അമ്മ എന്ന് പറയുന്നത് ഒരു മകളെ സംബന്ധിച്ചിടത്തോളം പകരം വെക്കാനാവാത്തൊരു നിധിയാണെന്ന് എന്നെ പറയാമല്ലേ. ഞാനൊരു പെൺകുട്ടിയുടെ അമ്മ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ കൂടുതലും അച്ഛനാണ് ഇങ്ങനെ അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അച്ഛൻ എന്നെ ആണെങ്കിലും അനിയനെ ആണെങ്കിലും കുഞ്ഞിലെ ഇങ്ങനെ പിടിച്ചിരുത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. കൂടെ ഞങ്ങളുടെ അമ്മയും കൂടെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ വളർന്നൊരു സാഹചര്യത്തിൽ ഞങ്ങളെക്കാളും ഒരു കുഞ്ഞിനെ പോലെയാണ് അച്ഛൻ അമ്മയെ ട്രീറ്റ് ചെയ്തിരുന്നത് കേട്ടോ. അത്രയ്ക്കും നല്ല രീതിയിൽ കെയർ ചെയ്ത് പാമ്പർ ചെയ്താണ് അമ്മയെന്ന് ഞങ്ങൾ കൊണ്ട് നടക്കുന്നത്. അതിന് മറ്റൊരു കാരണം കൂടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു കാതിന് കേൾവി കുറവുണ്ട്. അപ്പൊ അമ്മയുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. എനിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും. അപ്പോൾ പല സ്ഥലങ്ങളിലും അമ്മയ്ക്ക് കേൾക്കാൻ പറ്റാതെ വരുമ്പോഴും അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുമ്പോഴും അമ്മയ്ക്ക് പകരം ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വരാറുണ്ട്. അപ്പം ശരിക്കും ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെയാണ് അന്നും ഇന്നും എന്നും ഞങ്ങൾ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ഞങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ അളവെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അച്ഛനേക്കാളും കൂടുതലാണ്. ഞാനായാലും എൻ്റെ അനിയനായാലും എൻ്റെ അച്ഛനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അമ്മയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു വ്ളോഗിലും പറയാതിരിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറിയാതെ എൻ്റെ വായിൽ അച്ഛനെ കുറിച്ച് വന്നു പോകുന്നതാണ്. അപ്പോൾ അമ്മയോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അച്ഛനോടും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പെൺമക്കൾക്ക് അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അമ്മയായി കഴിയുമ്പോൾ നമുക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു ഇമോഷനായി മാറും അല്ലേ. പ്രത്യേകിച്ച് ആഫ്റ്റർ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ. അതും മാത്രമല്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഞാൻ നല്ലൊരു സുഹൃത്താണെന്ന് അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്. അമ്മയുടെ ഒരുപാട് വിഷമങ്ങൾ ഞാനിരുന്ന് കേൾക്കാറുണ്ട്. എന്നെ അമ്മ കേൾക്കുന്നേക്കാളും കൂടുതൽ അമ്മയെ ഞാനാണ് കേൾക്കുന്നത് കേട്ടാ. ഇത് പറയുമ്പോൾ പലരും ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇതെന്താണ് ഇങ്ങനെയെന്ന്. പക്ഷേ ശരിക്കും ഞാനും അമ്മയും തമ്മിൽ എപ്പോഴും തമ്മിൽ വഴക്കൊക്കെ കൂടുമെങ്കിലും അമ്മയ്ക്ക് എന്തും എന്നോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു അത്രയും നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണ് ഞാൻ അമ്മയോട് ബിഹേവ് ചെയ്യുന്നത്. അമ്മ എന്നോടും അങ്ങനെയാണ്. ചില സമയത്ത് അമ്മയ്ക്ക് അടങ്ങാനാവാത്ത ദുഃഖമൊക്കെ വരും. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പറയുമ്പോൾ ഞാനാണ് അമ്മ എപ്പോഴും ആശ്വസിപ്പിക്കുന്നത്. അപ്പോഴും അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് എന്നെ പോലൊരു മകളെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ തമ്മിൽ വഴക്കടിക്കും, എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ വിളിക്കുന്ന, അച്ഛനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ഒരു വ്ളോഗിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എന്ന് വെച്ചാൽ അച്ഛനെക്കുറിച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സംസാരിക്കുന്നൊന്നും അല്ല. അത് ഒരിക്കലും മനഃപൂർവ്വമായിട്ട് അമ്മയെ ഒഴിവാക്കുന്നതും അല്ല കേട്ടോ. അമ്മയെന്ന് പറയുന്നത് നമ്മുടെ കാണപ്പെട്ട ദൈവമാണല്ലേ. അപ്പൊ നമുക്ക് ഒരിക്കലും പകരം വെക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അമ്മയ്ക്കുള്ളൊരു സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വ്ളോഗ് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. കാരണം എൻ്റെ അമ്മയും
അച്ഛനും നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മയും അച്ഛനും ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. അപ്പോൾ 2 വർഷത്തിന് ശേഷം അവരെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനും അതെ, മകൾക്കും അതെ. പിന്നെ അവർ വന്നു കഴിയുമ്പോൾ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും അണുവിട വിട്ട് എപ്പോഴും ഫോൺ ചെയ്യലും വീഡിയോ കോൾ ചെയ്യലും ഒക്കെ ഉണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് അത് വേറൊന്ന് തന്നെയാണല്ലേ. കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു. അതിൻ്റെ വ്ളോഗ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ മെയ് വെക്കേഷനിൽ. ഈ മെയ് വെക്കേഷനിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരു വ്ളോഗിൽ അത് മെൻഷൻ ചെയ്തിരുന്നല്ലോ. എനിക്ക് നാട്ടിൽ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിപ്പോയി. നമുക്ക് പ്രാരാബ്ദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ അത് അവർ മനസ്സറിഞ്ഞ് അവരിങ്ങോട്ട് ഞങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഇങ്ങോട്ട് വരാൻ ദൈവം സഹായിച്ച് പറ്റുന്നുണ്ടല്ലോ. അതൊരു വലിയൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്രയും ദൂരെ താമസിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് എപ്പോഴും അവർക്കൊരു ടെൻഷനും ഒക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷേ എൻ്റെ അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രത്തോളം ബോൾഡാണെന്നും ഞാൻ എത്രത്തോളം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരവിടെ ഹാപ്പിയാണ്. എനിക്ക് എന്ത് ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഞാൻ അവരോടൊന്നും പറയാറില്ല, ഒരു മനുഷ്യനോടും ഞാൻ പറയാറില്ല. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ കൂടി ടെൻഷനാക്കി അല്ലെങ്കിൽ അവരെ കൂടി വിഷമിപ്പിക്കുന്ന അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് പണ്ട് മുതലേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവർക്ക് വേണ്ടിയിട്ടും ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ സന്തോഷം കാണുമ്പോഴാണ് അവരും സന്തോഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അവർ വരുന്ന ദിവസമാണ്. ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ 10 വർഷത്തിനിടയിൽ മെയ് മാസം ആദ്യമായിട്ടാണ് ഇവിടെ മഴ പെയ്യുന്നത് കാണുന്നത് തന്നെ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പ്രകൃതി നമ്മളെ കനിഞ്ഞരുളിയിരിക്കുകയാണ്. അതൊരു നല്ലൊരു മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. എന്തോ ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് രാവിലെ 6 മണിക്ക് തന്നെ എൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പോയി സെൻട്രൽ സ്റ്റേഷനിൽ പോയി അവരെ വിളിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആട്ടോയൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് അവർ രണ്ടുപേരും കൂടി ആട്ടോയിൽ വന്നു. ഹസ്ബൻഡ് ബൈക്കിലാണ് വന്നത് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല, 1-2 ക്ലിപ്സ് മാത്രമാണ് അച്ഛനെയും അമ്മയും കാണിച്ചേക്കുന്നത് തന്നെ. അപ്പോൾ അവർ വന്നപ്പോൾ അമ്മയ്ക്ക് കുറേ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉഴുന്നുവടയും പരിപ്പുവടയും അങ്ങനെ കുറെ സ്നാക്സും ആയിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷമാണ് പിന്നീടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അമ്മ വന്ന് കയറിയിട്ട് ഡ്രസ്സ് പോലും മാറ്റാതെ നേരെ കിച്ചണിലേക്ക് ഓടി. അപ്പോൾ ഞാനെല്ലാം ചെയ്ത് വെച്ചേക്കുന്ന കണ്ടിട്ട് എന്നെ വഴക്ക് പറയുന്നതാണ്, എന്തിനാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തത്, അമ്മ വന്നിട്ട് എല്ലാം സഹായിച്ച് തരുമായിരുന്നില്ലേ എന്നൊക്കെ. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു അങ്ങോട്ട്, ഒന്നും ചെയ്തു തരണ്ട, അമ്മയെ ജോലി ചെയ്യിക്കാനല്ല ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, റെസ്റ്റ് എടുക്കാനാണെന്നൊക്കെ ഞാനും പറയുന്നതാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ അമ്മയ്ക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവരതൊക്കെ കുടിക്കുവാണ്. അച്ഛൻ അവിടെ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ആമിയും നല്ല ഹാപ്പിയാണ്. ശരിക്കും അമ്മയും അച്ഛനും വരുന്ന കാര്യം പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നേ. കാരണം എനിക്ക് റീസെന്റ് ആയിട്ട് വയ്യാണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തൊട്ട് അവർക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ എത്ര വയ്യെങ്കിലും വീട്ടിലൊന്നും അങ്ങനെ പറയത്തില്ല. അസുഖമൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് അവരോട് പറയാറുള്ളൂ. പക്ഷെ ഇത്തവണ എനിക്ക് വയ്യാതായപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ അച്ഛനൊക്കെ എന്നെ കാണാൻ വരണമെന്ന് പറഞ്ഞു. പിന്നെ ആമിയെ കണ്ടിട്ട് കുറെ ആയല്ലോ, അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പൊ അവരിവിടെ വീട്ടിലേക്ക് വന്നപ്പോൾ കുറേ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ നമ്മുടെ വീടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും കുറേ ചേഞ്ചസ് വന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുറകിലിരിക്കുന്ന ഫ്ലാറ്റ് ഒന്നും അമ്മയൊക്കെ 2 വർഷം മുന്നേ വന്നപ്പോഴിവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു നല്ലൊരു കാഴ്ച കണ്ടൊരു ദിവസമാണെന്ന്. തലേ ദിവസം വൈകുന്നേരം രാത്രിയായപ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു പശു പ്രസവിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഹസ്ബൻഡും മോളും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആ ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് പശു പ്രസവിച്ച് കിടക്കുന്നത് കണ്ട കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം തോന്നി. അതൊരു അത്ഭുതകരമായ കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ അമ്മയൊക്കെ വന്നപ്പോഴും പശുക്കിടാവും പശുവൊക്കെ അവിടെ നിൽക്കുന്നതാണ്. അതാണ് ഞാൻ അമ്മയ്ക്കും കൂടി കാണിച്ചു കൊടുത്തത്. അപ്പൊ എന്നോട് അമ്മ പറയുമായിരുന്നു, നല്ല ഐശ്വര്യമാണ് പശു വന്ന് വീടിന്റെ മുന്നിൽ പ്രസവിക്കുന്നത്
ചെയ്യുന്നത് കാണുന്നതൊക്കെ എന്നൊക്കെ. പിന്നെ നമ്മളിപ്പോൾ വൈശാഖ മാസം വ്രതമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ പറയുവാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ നൊങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ അതിൻ്റെ സീസൺ ആയിരുന്നു. അപ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ അമ്മ വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പൊൻകതിറിൻ്റെ പുട്ടുപൊടിയും പിന്നെ ശീമച്ചക്ക എന്നൊക്കെ പറയും, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഐറ്റംസ് എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ വയണയില, വട്ടയില, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇലയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മയൊക്കെ വന്നതിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോവാണ്. ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പോയിട്ടുള്ള KK നഗറിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെയാണ് പോകുന്നത് കേട്ടോ. ഗോശാല കൃഷ്ണ അയ്യപ്പ ടെമ്പിളിലാണ് കൊണ്ടുപോകുന്നത് അമ്മയൊക്കെ. ഞാൻ വിഷുവിൻ്റെ അന്ന് പോയ കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴെങ്കിലും വരുമ്പോൾ അവിടെ പോകാമെന്നുള്ള കാര്യം. അപ്പം ഞങ്ങളത് ഓർത്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് അവരെ കൊണ്ടുപോയി. അപ്പം അമ്മ തയ്ച്ചു കൊടുത്തിട്ടുള്ള പട്ടുപാവാടയാണ് ആമ ഇട്ടേക്കുന്നത് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടുപാവാട ഇടാനൊക്കെ. അപ്പം അമ്മ നന്നായി തയ്ക്കും. അപ്പം അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്ന് സൈസൊക്കെ നോക്കിയപ്പോൾ കുറച്ചൊന്ന് പ്രശ്നമായിരുന്നു. പിന്നെ ഒന്ന് ആൾട്ടർ ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്തതാണ് എൻ്റെ മെഷീനിലിട്ടിട്ട്. അങ്ങനെ ഞങ്ങളിതേ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിൽ അമ്മയും അച്ഛൻ്റെയും കൂടെ എനിക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നിട്ടുള്ളൊരു യാത്രയാണ്. അവരിങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ അവരെ കൊണ്ട് പോയി കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റിയതിൽ ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അങ്ങനെ പോയി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് നേരെ ഞങ്ങൾ അണ്ണാനഗറുള്ള ഭവ്യം വെജിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പിലും അച്ഛനെയൊക്കെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം അച്ഛനൊക്കെ ഇവിടെ തമിഴ്നാട്ടിലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയാറുണ്ട് അച്ഛനൊക്കെ, പ്രത്യേകിച്ച് അമ്മയെക്കാളും അച്ഛനാണ് ഇഷ്ടം. അപ്പോൾ ഇവിടുത്തെ ടിഫിൻ കഴിക്കാനാണെങ്കിലും ലഞ്ച് കഴിക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് എന്തേലും ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ വീട്ടിൽ ചെയ്ത കാരണം കൊണ്ട് എന്തേലും അവരെ പുറത്ത് കൊണ്ടുപോയി ഡിന്നർ കഴിപ്പിക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ അച്ഛന് ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഗീ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് ഗീ റോസ്റ്റും അമ്മയ്ക്ക് മസാല ദോശയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുലാവും പനീർ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാം കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. അമ്മയും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ തിരികെ വരുന്ന വഴിക്ക് അച്ഛന് ഇങ്ങനെ ആമിക്കും എനിക്കും കൂടി ഡ്രസ്സ് എടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ശരവണ സ്റ്റോറിൽ അവരെ കൊണ്ടുപോയി. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ശരവണ സ്റ്റോറിൽ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അതേ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ. 2-3 ദിവസം മുന്നേ എടുത്ത വ്ളോഗാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആമിയുടെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് അവൾക്ക് ഒരു സൈക്കിൾ മേടിച്ചതാണ്. ഇത് ട്യൂബ്ലെസ് ആയിട്ടുള്ള സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ കാറ്റൊന്നും അടിക്കണ്ട, നല്ലതാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. 2 വർഷം മുന്നേ അവൾക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുത്തേട്ടോ. 2 വർഷമല്ല, 1 വർഷം മുന്നേ. ആ സൈക്കിള് കാറ്റടിക്കുന്ന മോഡൽ സൈക്കിൾ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കാറ്റിറങ്ങി പോയിട്ട് പെട്ടെന്ന് തുരുമ്പൊക്കെ പിടിച്ചായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി അടുത്ത അവൾക്ക് ഇങ്ങനത്തത് മേടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ഇതാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ് ഓടിക്കുന്ന സമയത്ത്. അപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന സന്തോഷമാണ് അവളുടെ മുഖത്ത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും സർപ്രൈസ് തന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലും സർപ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി കാണിച്ചിട്ട് അങ്ങനെ ഹസ്ബൻഡ് പോയി മേടിച്ചുകൊണ്ട് വന്നതാണേ. പിന്നെ ഇത് ആമയുടെ ബർത്ത്ഡേയുടെ അന്ന് എടുത്തിട്ടുള്ള വ്ളോഗാണ്. അന്ന് രാവിലെ ഞങ്ങൾ അച്ഛനെയും അമ്മയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് പോയതെന്നുള്ള വീഡിയോ ഞാൻ ഒരു വ്ളോഗായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അത് ഞങ്ങളൊരു സ്ഥലത്ത് പോയതാണ് ചെന്നൈയിൽ തന്നെ. അപ്പോൾ എവിടെയാണെന്നുള്ളത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ആമ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സാണ് അച്ഛൻ അവൾക്ക് എടുത്തു കൊടുത്തത് കേട്ടോ. പിന്നെ അവൾ ഈ ഇട്ടേക്കുന്ന നൈറ്റ് ഡ്രസ്സും അച്ഛൻ എടുത്തു കൊടുത്തത് തന്നെയാണ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും അച്ഛനൊരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തായാലും അടുത്ത വ്ളോഗിൽ നമ്മൾ പോയ സ്ഥലത്ത് ഞാനത് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എന്തായാലും അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കാമേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് വന്നത്. ഇന്നത്തെ ഡേ ഫുള്ള് അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ആ പോയ സ്ഥലത്താണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം തലേ ദിവസം അച്ഛനും അമ്മയും ശരവണ സ്റ്റോറിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചു അവൾക്ക് വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അവൾക്ക് ഉള്ള ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ് നേരത്തെ ഞങ്ങൾ മേടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചിട്ട് വഴക്കൊക്കെ പറഞ്ഞു അവൾ ഞങ്ങളെ. അപ്പോൾ അപ്പൂപ്പനോടും അമ്മമ്മയോടും അവൾ പറഞ്ഞതാണ് അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട്
ആയിട്ട് കൊടുത്താൽ മതിയെന്ന്. കാരണം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഒരു കൃഷ്ണന്റെ ആദ്യം കൂടി ഉള്ളൊരു സംഭവം തരുന്നത് കണ്ടിട്ടാണ് അവൾ ആ പറഞ്ഞത്. അപ്പോൾ അവളുടെ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾ കണ്ട ഗിഫ്റ്റ് ആണെങ്കിലും എല്ലാം കൂടി ഒന്നും കൂടി എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബർത്ത്ഡേ കേക്ക് ഹസ്ബൻഡ് ഞാൻ പോലും അറിയാതെ അവൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് മേടിച്ചോണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് മാംഗോ കേക്കാണ്. നല്ല കേക്കായിരുന്നു, നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിയുടെ 8ാമത്തെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ 8 വർഷം എത്ര പെട്ടെന്ന് കടന്നു പോയി എന്നുള്ളത് ഞങ്ങൾക്ക് പോലും ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. അപ്പോൾ എന്നിലെ അമ്മയ്ക്ക് 8 വയസ്സായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുഞ്ഞിനെ നമ്മൾ ജന്മം കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും അവിടെ ജനിക്കുന്നത് ഒരു കുഞ്ഞ് മാത്രമല്ല, ഒരു അമ്മയും കൂടിയാണല്ലേ. ഒരുപാട് സങ്കടങ്ങളിലൂടെയും പ്രതീക്ഷകളിലൂടെയും ഒരുപാട് സ്ട്രഗിൾസിലൂടെയൊക്കെ നമ്മുടെ മദർഹുഡ് ഇങ്ങനെ കടന്നു പോകുമല്ലേ. അപ്പൊ ആമിയെ ഞാൻ പ്രസവിച്ച സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വർഷത്തോളം ഏകദേശം ഒരു 7-8 മാസം വരെ ആമിയോടൊപ്പം അച്ഛനും അമ്മയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കും അച്ഛനോടും അമ്മയോടും ഭയങ്കര സ്നേഹമാണ്. സ്നേഹമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് അവൾക്ക്. കുഞ്ഞിലെ മുതലേ അവളെ ഏറ്റവും കൂടുതൽ താലോലിച്ചതും അവൾ കണ്ടു വളർന്നതും അവളുടെ അപ്പൂപ്പനെ അമ്മൂമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടാ. പിന്നെ ഞങ്ങളുടെ ഒരു ലോകത്തായി അവളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഞങ്ങൾക്ക് ഈ ബർത്ത്ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെയും വരവ് തന്നെ ആയിരുന്നു. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കലും വാങ്ങലും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ സന്തോഷവും അവളുടെ സന്തോഷവും. നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മയെ കാണാൻ പറ്റിയില്ല എന്ന് സങ്കടപ്പെട്ട ആളുകൾക്കൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിറച്ചും അമ്മയെ കാണിച്ചിട്ടുണ്ട്, അമ്മയെ അച്ഛനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയിൽ ഒരു വ്ളോഗിൽ എന്നോട് അപർണയാണ് പറഞ്ഞത്, ചേച്ചിയുടെ അച്ഛനെ കുറിച്ച് പറയുന്ന കേട്ടിട്ട് അച്ഛനെ കാണണമെന്ന് തോന്നി. അങ്ങനെ ആ കുട്ടി പഴയ എൻ്റെ വ്ളോഗ് കണ്ടപ്പോൾ അച്ഛനെ അമ്മയൊക്കെ വന്ന കഴിഞ്ഞ വർഷത്തെ 2 വർഷം മുന്നേ അമ്മയും അച്ഛനും വന്ന ദീപാവലി വ്ളോഗിൽ അച്ഛനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷം നമ്മുടെ ചാനലിലൂടെ നിങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ എന്തായാലും എൻ്റെ അച്ഛനെയും അമ്മയെയും എന്നെ പോലെ തന്നെ നിങ്ങളും സ്നേഹിക്കുന്നു എന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്നെ കാണാൻ എൻ്റെ അച്ഛൻ്റെ അതേ ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന് പറയാറുണ്ട് എല്ലാവരും. ഞാനൊരു അച്ഛൻകുട്ടിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. കുറേ അധികം സിമിലാരിറ്റീസ് ക്യാരക്ടറിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അമ്മയോടാണ് അച്ഛനേക്കാളേറെ സ്നേഹം. അച്ഛനോടും സ്നേഹമാണ്, അമ്മയോടും സ്നേഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മയോട് ഞങ്ങൾക്കൊരു പ്രത്യേക സ്നേഹമാണ്. അത് പുറത്ത് നമുക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ ആമിയുടെ ഗിഫ്റ്റ് കൊടുക്കുന്നതിനിടയിൽ ഇവിടെ ഒരു സർപ്രൈസ് നടന്നത്. ആമിക്ക് ഒരു കാറ് ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ചരവണ സ്റ്റോറി പോയപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ഞങ്ങൾക്ക് അവളാണ് തന്നത്. കാരണം അവൾ ഓൾറെഡി ഹസ്ബൻഡ് അത് ബില്ല് ചെയ്യുന്ന സമയത്ത് കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവൾ ഇതൊന്നും കണ്ടില്ല, നല്ല സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഹസ്ബൻഡ് ഇത് കൊടുത്തപ്പോഴാണ് അവൾ ഇങ്ങോട്ട് പറയുന്നത് അവൾ ഓൾറെഡി ഇതൊക്കെ കണ്ടു, അച്ഛൻ ബില്ല് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളാണ് ശരിക്കും അവിടെ ചമ്മിപ്പോയത്. അപ്പൊ എന്തായാലും അങ്ങനെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം ഇന്ന് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്നതാണല്ലോ. അപ്പം ഞാൻ ഓർത്തു ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പം ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ ചെയ്ത് തന്നെ കഴിക്കാം. അപ്പം നമുക്കിവിടെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ ഭക്ഷണം വരുമല്ലോ. വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഫ്രൈഡ് റൈസും പുലാവും. പിന്നെ അച്ഛന് ദോശ തന്നെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ അതായത് മെയ് 10 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പിറ്റേന്ന് തന്നെ അമ്മയും അച്ഛനും തിരിച്ചു പോവാണ്. അപ്പോൾ അവർ വന്നിട്ടുള്ള ആ ഒരു ദിവസവും പിന്നെ ഒരു ദിവസം ആമിയുടെ ബർത്ത്ഡേയുടെ അന്ന് മാത്രമാണ് ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നത്. ഒരേ ഒരു ദിവസം നിൽക്കാനാണ് വന്നത്. പിറ്റേ ദിവസം തന്നെ തിരിച്ചു പോകണം. കാരണം തിരിച്ചു പോയാലാണ് വീട്ടിൽ അനിയനും വൈഫും കുഞ്ഞും ഒക്കെ ഉണ്ട്. അപ്പം വീട്ടിൽ പെട്ടെന്ന് പോകണമായിരുന്നു. ഒരുപാട് ദിവസം അവർക്ക് നിൽക്കാനൊന്നും പറ്റിയില്ല. അപ്പം മെയ് 10 സൺഡേ ആണ് തിരിച്ചു പോയത്. അന്നാണ് നമ്മുടെ തമിഴ്നാടിന്റെ പുതിയ മുഖ്യമന്ത്രി ആക്ടർ വിജയ് ചീഫ് മിനിസ്റ്റർ ആയ ഡേ ആണ്. അപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരുന്നു നമ്മൾ വരുന്ന വഴിയിൽ. പിന്നെ ആ നെഹ്റു സ്റ്റേഡിയമാണ് ഞാൻ ഇടയിൽ കാണിച്ചത് കേട്ടോ. അവിടെയായിരുന്നു CMന്റെ സത്യപ്രതിജ്ഞയൊക്കെ നടന്നത്. നിങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. ചെന്നൈയിലുള്ളവർക്ക് ഓൾറെഡി അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ്. അങ്ങനെ അമ്മയും അച്ഛനെയും ഞങ്ങൾ യാത്രയാക്കിയിട്ട് ഞങ്ങൾ ഇതുപോലെ നാട്ടിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും ഇതുപോലെ അവർ വരുന്ന ദിവസങ്ങളിൽ അവർ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ നിൽക്കത്തില്ലേ. ഞങ്ങൾ നേരെ പോകുന്നത് സിനിമയ്ക്കോ അല്ലെങ്കിൽ ഇതുപോലെ പുറത്തെവിടെയെങ്കിലും പോകാറുണ്ട്. അപ്പം നമുക്ക് വീട്ടിൽ നേരെ വരുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. കാരണം ആമിക്കും ഭയങ്കര വിഷമമാണ്. കാരണം അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ബസന്തനഗർ ബീച്ചിലേക്ക്
ബീച്ചിലേക്കാണ്. ഞാനും ഹസ്ബൻഡും കൂടി സ്കൂട്ടിയിൽ പോയി, അമ്മയും അച്ഛനും ആമയും കൂടി കാറിലാണ് പോയത്. പിന്നെ അവിടെ പോയി അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അവരെ യാത്ര അയച്ചതിന് ശേഷം നേരെ ബസന്ത് നഗറിൽ ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. വന്നു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ ഒരു ബർഗർ, ഒറിജിനൽ ബർഗർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ കയറിയിട്ട് ഒരു ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെജാണ്. പിന്നെ ഞാനൊരു ചീസ് കേക്കാണ് കഴിച്ചത്. ഹസ്ബൻഡ് ഒരു റാസ്ബെറി മൊജിറ്റയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ എന്തായാലും ഞങ്ങളിതേ വന്നിട്ടുണ്ട് കേട്ടോ ബീച്ചിലേക്ക്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഉള്ളിലെ വിഷമമൊക്കെ മാറുമല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബീച്ചിൽ വരുമ്പോൾ എല്ലാ വികാരങ്ങളും ഇറക്കി വയ്ക്കുന്നൊരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് അതിയായ വിഷമം വരുന്ന സമയത്ത് ഞാനിങ്ങനെ കടലിൽ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ, കുറച്ച് ആളും ബഹളമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മൈൻഡ് റിലാക്സേഷൻ ആണ്. പിന്നെ എപ്പോഴും യാത്രകൾ നമ്മളെ കൂളാക്കും അല്ലേ. പ്രത്യേകിച്ച് ഈ ബീച്ചിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അവിടെ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാം, പലതരത്തിലുള്ള ലൈഫ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്രയോ നല്ലൊരു ലൈഫാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തോന്നും ഭഗവാനോട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പോളിസി. അങ്ങനെ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഞാനും ആമയും കൂടി ചിപ്പി വെറുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ചിപ്പി ഉണ്ടല്ലോ തറയിൽ, അത്ര വൃത്തിയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നമ്മുടെ മറീന ബീച്ചിനേക്കാളും വൃത്തിയാണ് എന്തായാലും. അങ്ങനെ ഞങ്ങളിതേ ബസന്ത് നഗർ ബീച്ചിൽ വന്നിട്ട് കുറേ ചിപ്പിയൊക്കെ പെറുക്കി വാരി എടുത്തിട്ട് ഞാനും ആമയും കൂടി അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നായിരുന്നു കേട്ടോ. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാലൊന്നും കഴുകില്ല കേട്ടോ. എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ബീച്ചിൽ വരുന്നതെന്നല്ലേ. എനിക്ക് ദൂരെ നിന്ന് കടലിനെ കാണാനാണ് ഇഷ്ടം കേട്ടോ. ഞാൻ പണ്ടും കുറേ വ്ളോഗിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എന്നെപ്പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. അങ്ങനെ ഞങ്ങളിങ്ങനെ വിദൂരതയിലേക്ക് നോക്കി നോക്കി നിൽക്കുവാണ്. ആമി അവിടെ ചിപ്പി പെറുക്കുന്ന തിരക്കിലാണ്. ഇതിൽ തന്നെ അപ്പോൾ അവളുടെ കൈ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ കുട്ടികളൊക്കെ വന്ന് കിടന്ന് മറിയാറുണ്ട്. പിന്നെ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ അത്ര ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എപ്പോഴും എല്ലാവരും ഒരു പേര് അഡീഷണൽ ഡ്രസ്സായിട്ടാണ് വരുന്നത്. വലിയവരും കുട്ടികളും എല്ലാവരും ഒരു ബഹളം തന്നെയാണ്. ബീച്ചിനകത്തൊക്കെ ഇറങ്ങി പോകാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനങ്ങനെ ഒരുപാട് വെള്ളത്തിൽ ഇറങ്ങത്തില്ല. അപ്പോൾ ആമയോട് ഞാൻ കാല് നനയ്ക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവൾ അത് തന്നെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അറിയാതെ പറ്റിപ്പോയതാണ്. കൈ കഴുകുന്നതിനിടയിൽ ശ്രദ്ധിക്കാതെ എവിടെയോ നോക്കി നിന്നപ്പോൾ അങ്ങനെ പാൻറ്റും കൂടി നനഞ്ഞു കേട്ടോ. പിന്നെ അവിടെ പോയി അവിടെ വാഷ് ചെയ്യാനുള്ളൊരു വാഷ്റൂമൊക്കെ ഉണ്ട്. വൃത്തിയൊന്നുമില്ല, എന്നാലും അവിടെ പോയി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നേരെ ഞങ്ങൾ പോവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ ബസന്ത് നഗർ ബീച്ചിൽ ഈ ഒരു കോട്ടയാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മുടെ വിജയനും ദാസനും കടൽ കടന്ന് വന്നിറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ ഒരുപാട് വ്ളോഗിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കേട്ട് കേട്ട് തന്നെ മടുത്ത് കാണും അല്ലേ. അപ്പോൾ ആ ഒരു കോട്ടയാണിത്. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കൊണ്ട് ഇവിടെ ദേ ഒരു കുട്ടി ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനായിട്ട് അമ്മ എൻ്റെ പൈസ തന്നിട്ടാണ് പോയത്. അപ്പോൾ ആ ക്യാഷിന് അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈഡും അങ്ങനത്തെ കുറച്ച് സെറ്റപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ്, ഒരു ചിന്ന ഷോപ്പിംഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വന്നേക്കുന്നത് കൃഷ്ണാവതാരം സിനിമ കാണാനാണ്. തമിഴ് ഡബിങ് സിനിമയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ തിയേറ്ററിൽ സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിനിമയാണ്. ഹസ്ബൻഡോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് ഈ സിനിമ കാണണമെന്ന്. കാരണം എനിക്ക് കൃഷ്ണന്റെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും വീട്ടിൽ ഫോണിൽ ഇത് കേൾക്കുന്നതാണ്, ഭഗവത്ഗീത വചനങ്ങളും കൃഷ്ണന്റെ കഥകളും ഒക്കെ. അപ്പം എനിക്കത് സിനിമയായിട്ട് കാണുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാർട്ട് 1 കൃഷ്ണന്റെ ഹാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം മസ്റ്റ് വാച്ച് മൂവിയാണ് കേട്ടോ. എസ്പെഷ്യലി കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുക തന്നെ വേണം. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കേട്ടോ സിനിമ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുള്ളായി, എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കേട്ടാ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.